CPM സംസ്ഥാന സമ്മേളനത്തെ പിണറായി ആൻഡ് കോ എന്ന ക്യാപ്ഷൻ കൊടുത്ത് ചർച്ച ചെയ്ത രാജീവ് ചന്ദ്രശേഖരൻ്റെ എച്ചിൽ ജീവിയായിട്ടുള്ള ജോണിൻ്റെ മോൻ വിനുവിന് ഒരു മറുപടി എത്തിയിട്ടുണ്ട്. ഏഷ്യാനെറ്റിൽ ജോണിൻ്റെ മോൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഈ പല വീടുകളിലും പലരും അരുമയായിട്ട് വളർത്തുന്ന പോമറേനിയൻ നായയെ പോലെയാണ്. അത് വീടുകളിൽ വളർത്തുന്നത് ഒരു ഫാൻസി ഐറ്റം പോലെയാണ്. അതുപോലെയാണ് ഏഷ്യാനെറ്റിൽ ചില പ്രത്യേക ഫാൻസി ഭജനകൾ നടത്താൻ വേണ്ടി ജോണിൻ്റെ മോനെ ചെല്ലും ചെലവും എച്ചിലൊക്കെ കൊടുത്ത് രാജീവ് ചന്ദ്രശേഖരൻ പോറ്റി വളർത്തുന്നത്. അദ്ദേഹത്തിന് ഇടതുപക്ഷക്കാർക്കെതിരെ വളരെ ഉച്ചത്തിലും വളരെ ആവേശത്തോടും കൂടി കുരയ്ക്കാൻ വേണ്ടി അദ്ദേഹം തീറ്റിപ്പോറ്റുന്ന ഒരു എച്ചിൽ ജീവിയാണെന്ന് അദ്ദേഹത്തിൻ്റെ പല പ്രതികരണങ്ങളും കാണുമ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ്. ഈ അടുത്ത ദിവസം ആ സ്ഥാപനത്തിൽ തന്നെ, സ്ഥാപനമെന്ന് പറയണ്ട, മുതലാളിയുടെ ഇറച്ചിക്കടയ്ക്ക് മുന്നിലെ അന്തേവാസികളെ പോലെ ഇരിക്കുന്ന മാധ്യമപ്രവർത്തകരെന്ന പേരിൽ നടക്കുന്ന ഒരു വിഭാഗക്കാർക്ക് എല്ലാം കൂടി ചേർത്ത് ഒരു മറുപടി കഴിഞ്ഞ ദിവസം സ്വരാജ് കൊടുത്തിട്ടുണ്ട്. അതായത് CPM സമ്മേളനത്തോടനുബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുകയോ വിമർശിക്കുന്നതിനോ യാതൊരു തരത്തിലും മാധ്യമപ്രവർത്തകരായിട്ടുള്ളവർക്ക് ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ മുതലാളിയുടെ ഇറച്ചിക്കടയ്ക്ക് മുന്നിൽ ചങ്ങലയെ കെട്ടിയിട്ടിരിക്കുന്ന കുറേയേറെ എച്ചിൽ ജീവികളെ സംബന്ധിക്കുന്നിടത്തോളം അവർ മുതലാളിയോടുള്ള കൂറ് കാട്ടാൻ വേണ്ടി ചില കാര്യങ്ങൾ വിളിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ വിമർശിക്കേണ്ടി വരും. ആ വിമർശനമാണ് സ്വരാജ് നല്ല അന്തസ്സായിട്ട് നടത്തിയിരിക്കുന്നത്. അതായത് ഈ പണിയെടുക്കണേക്കാൾ നല്ല അന്തസ് ആ ആമേഴഞ്ചാൻ തോട്ടിലിറങ്ങി റെയിൽവേയുടെ കൾവേർട്ട് ക്ലീൻ ചെയ്യാൻ പോയാൽ അതിനേക്കാൾ അന്തസ്സുണ്ടെന്ന് ആ വാക്ക് തെളിയിക്കുന്നുണ്ട്. സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന ചാനൽ പ്രവർത്തകരും മാധ്യമപ്രവർത്തകരൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ അവർ വർഷങ്ങളായിട്ട് എല്ലാ സമ്മേളനങ്ങളും റിപ്പോർട്ട് ചെയ്ത് പരിചയമുള്ളവർ തന്നെയാണ്. കാരണം അവരുടെ റിപ്പോർട്ട് വയ്ക്കാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ചർച്ച ആരംഭിച്ച സമയത്ത് മാധ്യമ വാർത്തകളെ സംബന്ധിച്ചാണല്ലോ എന്നോട് ചോദിച്ചത്. സ്വാഭാവികമായിട്ടും അതിനോട് പ്രതികരിക്കാതെ പോവുക വൈതാനും. ആ പ്രതികരിച്ച കാര്യങ്ങളെക്കുറിച്ച് പക്ഷെ നിർഭാഗ്യവശാൽ ബഹുമാന്യനായ വീക്ഷണത്തിൻ്റെ മുൻ എഡിറ്റർ പ്രതികരിച്ച് കണ്ടില്ല. എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഏഷ്യാനെറ്റിനെ കുറിച്ച് പേരെടുത്താണല്ലോ പറഞ്ഞത്. അദ്ദേഹം അംഗീകരിക്കുമോ ഈ റിപ്പോർട്ടിംഗ് ശൈലിയെ? അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഉണ്ടാവില്ലേ കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ കൊടുത്ത നിർദ്ദേശം? അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനൽ ഇന്ന് എത്തി നിൽക്കുന്ന ഒരു പ്രത്യേക സന്ധിയുണ്ട്. അതിനെ സംബന്ധിച്ച് അദ്ദേഹം എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മലയാളത്തിലെ ആദ്യത്തെ സ്വകാര്യ ദൃശ്യമാധ്യമ രംഗത്ത് ഇപ്പോൾ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നതിൽ അതിൻ്റെ ഉടമയായിട്ട് ഇപ്പോൾ മാറിയിട്ടുള്ള സംഘപരിവാർ നേതൃതലത്തിൽ പ്രവർത്തിക്കുന്ന ആൾ നേരിട്ട് തന്നെ ഇടപെട്ട് നൽകുന്ന നിർദ്ദേശങ്ങൾ, അതിനനുസരിച്ച് വാർത്തകൾ തയ്യാറാക്കേണ്ട ഗതികേടിൽ അവരെത്തി നിൽക്കുന്നു എന്നത് ഇങ്ങനെ ഒരു ചർച്ചയിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ധാർമ്മികമായ അവകാശം ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു സമ്മേളനം, മഹത്തായ ഒരു സമ്മേളനം നടന്നു കഴിയുമ്പോൾ പിണറായി ആൻഡ് കമ്പനി എന്ന് എഴുതുന്നതിൻ്റെ മാനസികാവസ്ഥ എന്താണ്? ഒരിക്കലും അവിടെ നിന്ന് മോദി ആൻഡ് കമ്പനി എന്നൊരു തലക്കെട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുത്താൽ പിന്നെ ആൾ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സമൂഹം തിരിച്ചറിയുന്നുണ്ട്. ഞാനതൊന്ന് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. എടുത്തു പറഞ്ഞതിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവാം. പക്ഷെ ഞാൻ പറഞ്ഞത് വസ്തുതയല്ല എന്ന് ഖണ്ഡിക്കാൻ കഴിയില്ല. കഴിഞ്ഞൊരു ചർച്ചയിൽ ഈ സമ്മേളന കാലയളവ് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല, ചർച്ചയുടെ തലക്കെട്ട് പിണറായി ആൻഡ് കമ്പനി എന്ന നിലയ്ക്കായിരുന്നു. അപ്പോൾ പല രൂപത്തിലും ഇങ്ങനെ ഒക്കെ പിണറായിസം, നവകേരളം ആ രേഖ, നയരേഖ പിണറായിസമോ എന്നൊക്കെ ചോദിക്കുന്ന നിലയിലേക്കാണ് മാധ്യമങ്ങൾ ആ ദിവസങ്ങളിൽ, ആ ഘട്ടങ്ങളിൽ ഒരു സമീപനം പൊതുവിൽ സ്വീകരിച്ചത്. CPM അതിനോട് ആ സമയത്ത് തന്നെ സമീപനം അല്ലെങ്കിൽ വിമർശനം ചൂണ്ടിക്കാട്ടുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്, തുടക്കത്തിൽ ചർച്ചയുടെ ഭാഗമായി അവതരിപ്പിച്ച നിരീക്ഷണങ്ങളോട് താങ്കൾക്ക് എത്രമാത്രം യോജിപ്പുണ്ട്? തീർച്ചയായും ഇപ്പോൾ നിങ്ങളിവിടെ സൂചിപ്പിച്ച തലക്കെട്ട് നൽകിയത് ഏഷ്യാനെറ്റിനാണ്, പിണറായി ആൻഡ് കമ്പനി എന്ന്. സത്യത്തിൽ ഒരു വിമർശനം ഉയർന്നു വന്നാൽ ആ വിമർശനത്തിന് മറുപടി പറയുമ്പോൾ ഒരു വിമർശനം എന്ന നിലയ്ക്കുള്ള അന്തസ്സ് അതിന് വേണം. ഇത് അങ്ങനെ ഒരു മറുപടി പോലും അർഹിക്കുന്നതല്ല. ഇതൊരു പുലഭ്യമാണ്, അത്രയേ ഉള്ളൂ. കേരളം മുഴുവൻ ശ്രദ്ധിച്ച രാഷ്ട്രീയ എതിരാളികൾ പോലും ഒരു പരസ്പര ബഹുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് തോന്നും വിധം സമീപിച്ച ഒരു സമ്മേളനമാണ് CPIM സംസ്ഥാന സമ്മേളനം. വളരെ നാൾ നീണ്ടുനിന്ന ഒരു വലിയ ജനാധിപത്യ പ്രക്രിയയുടെ സംസ്ഥാനതല പരിസമാപ്തിയാണത്. അപ്പോൾ അങ്ങനെ ഒരു സമ്മേളനം നടത്തി കഴിഞ്ഞ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു തലക്കെട്ട് കൊടുക്കണമെങ്കിൽ അത് മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായേ ഞാൻ കാണുന്നില്ല. അത് എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു എന്നതിന് നമ്മളിപ്പോൾ ഒരുപാട് സംശയിച്ച് സന്ദേഹിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ദിവസമാണ് ഏഷ്യാനെറ്റിൽ കുംഭമേളയെക്കുറിച്ച് എന്തോ ഒരു പരാമർശം വന്നപ്പോൾ, കുംഭമേളയെക്കുറിച്ചൊരു പരാമർശം വന്നപ്പോൾ അതിൻ്റെ മുതലാളി അദ്ദേഹം തന്നെ പരസ്യപ്പെടുത്തല്ലോ, ആവശ്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് തൻ്റെ മാധ്യമപ്രവർത്തകരോട്
അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അതായത് ഏഷ്യാനെറ്റിൻ്റെ മുതലാളിയായ പുത്തൻകൂറ്റുകാരനായ സംഘപരിവാർ നേതാവ്, മുൻ കേന്ദ്രമന്ത്രി, അദ്ദേഹം എഴുതി കൊടുക്കുന്നതനുസരിച്ച് രാഷ്ട്രീയ പ്രതിയോഗികളെ പുലഭ്യം പറയാൻ നിയോഗിക്കപ്പെട്ട അടിമവേലക്കാരാണ് ഇന്ന് ഏഷ്യാനെറ്റിലുള്ളത്. മാധ്യമപ്രവർത്തനത്തിൻ്റെ 7 അയലത്ത് പോലും അവരെത്തിയിട്ടില്ല. മാധ്യമപ്രവർത്തനത്തെ അങ്ങേയറ്റം അപമാനിക്കുന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. സത്യത്തിൽ മാധ്യമപ്രവർത്തകർ തന്നെ പ്രതികരിക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ. മാധ്യമപ്രവർത്തനത്തിൻ്റെ അന്തസ്സ് കെടുത്തുന്ന സമീപനമാണ് ഈ കാര്യത്തിൽ വന്നത്. അത് സാന്ദർഭികമായി താങ്കൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ. CPIM സംസ്ഥാന സമ്മേളനത്തെ പൊതുവിൽ മാധ്യമങ്ങൾ കണക്കാക്കിയ ഒരു രീതി എനിക്ക് വലിയ ആശ്ചര്യം തോന്നി. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ മാധ്യമങ്ങൾ സ്വാഭാവികമായും ചില വിമർശനങ്ങൾ ഉയർത്തും. അത് നമുക്ക് പ്രതീക്ഷിക്കാം, അത് വേണം താനും. മാധ്യമങ്ങളുടേതായ വിമർശനത്തിൻ്റെ ഒരു തലം എല്ലായിടത്തും ഉണ്ടാവണം ജനാധിപത്യത്തിൽ. CPIM ഉയർത്തിപ്പിടിക്കുന്ന നയപരിപാടികളെയോ CPIMൻ്റെ മുദ്രാവാക്യങ്ങളെയോ ശൈലിയെയോ ഒക്കെ വിമർശിച്ചാൽ അത് ഞങ്ങൾ തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ വിമർശനങ്ങളെ അപ്പാടെ ഏറ്റെടുത്ത് അതിനനുസരിച്ച് ഞങ്ങളുടെ നയങ്ങൾ മാറണം എന്നല്ല, മറിച്ച് ജനാധിപത്യ സംവിധാനത്തിൽ ഉയർന്നു വരുന്ന വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കുകയും അതിൽ സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുകയും തള്ളിക്കളയേണ്ടത് തള്ളിക്കളയുകയും ചെയ്യേണ്ടതാണ്, അതിൽ സംശയമില്ല. പക്ഷേ എനിക്ക് ആശ്ചര്യം തോന്നിയെന്ന് പറയാൻ കാരണം കൊല്ലം സംസ്ഥാന സമ്മേളനത്തെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത രീതി അതീവ ദയനീയം എന്ന് പറയാതെ വയ്യ. ആദ്യ ദിവസം തന്നെ ചർച്ചയിൽ ഇന്ന കാര്യങ്ങൾ ഉന്നയിച്ചു എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സത്യത്തിൽ ചർച്ച 7-ാം തീയതി കാലത്താണ് ആരംഭിച്ചത്, പൊതു ചർച്ച ആരംഭിച്ചത്. ചർച്ച ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ചർച്ചയിൽ ഇന്ന കാര്യങ്ങൾ ഉയർത്തി ചൂണ്ടിക്കാട്ടി വിമർശനം ഉന്നയിച്ചു എന്നൊക്കെ പറയണമെങ്കിൽ എത്രമാത്രം സമ്മേളന നടപടികളെക്കുറിച്ചുള്ള അജ്ഞത അവർക്കുണ്ട്. ആദ്യമേ മനസ്സിൽ തയ്യാറാക്കി വെച്ച CPIM വിരോധം വാർത്തയുടെ രൂപത്തിൽ പൊടിതട്ടി അങ്ങ് എടുക്കുകയാണ്. സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചോ സമ്മേളന രീതികളെക്കുറിച്ചോ CPIMൻ്റെ ശൈലിയെക്കുറിച്ചോ ഒരു ധാരണയുമില്ലാത്തവരാണ് റിപ്പോർട്ടിങ്ങിനായി വന്ന നല്ലൊരു വിഭാഗം ആളുകൾ. പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളുടെ പ്രവർത്തകർ ഉച്ചത്തിൽ സംസാരിക്കുകയും അരോചകമാം വിധം ശബ്ദമുയർത്തി സംസാരിക്കുകയും വിറളി പിടിച്ചതുപോലെ മൈക്കുമായി ക്യാമറയുമായി ഓടി നടക്കുകയും കണ്ണിൽ കണ്ടവരുടെ എല്ലാം മുന്നിൽ ഇത് നീട്ടുകയും, എന്നാൽ ആരോഗ്യമുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടാണെങ്കിൽ തരക്കേടില്ല, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കോപ്രായമായി മാധ്യമ പ്രവർത്തനത്തെ ഒരു കൂട്ടം ആളുകൾ മാറ്റി. ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നതല്ല, പക്ഷേ കുറേ ആളുകൾ അങ്ങനെ മാറ്റി. സംഘടനാ റിപ്പോർട്ടിൽ MV ഗോവിന്ദൻ മാസ്റ്റർ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ പലരും പറയുകയാണ്, അതാണ് ഞാൻ പറഞ്ഞത്, CPIMൻ്റെ രീതികൾ, ഞങ്ങളുടെ ടെർമിനോളജി, ഇതിനെക്കുറിച്ചൊന്നും CPIM ബീറ്റ് ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെടുന്നവർക്ക് ഒരു പിടിയുമില്ല, ഒരു ധാരണയുമില്ല. ഏത് റിപ്പോർട്ടാണ് അവതരിപ്പിക്കുന്നത്? സംഘടനാ റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവർത്തന റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ എന്ത്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെങ്കിലും ഒരു മിനിമം ധാരണയുള്ളവരല്ലേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അരിയേത് പയറേതെന്നറിയാത്ത കുറേയേറെ എച്ചിൽ ജീവികൾ. മുതലാളിക്ക് എന്താണോ ഇച്ഛ, ആ ഇച്ഛയ്ക്കനുസരിച്ച് ഈ എച്ചിൽ ജീവികൾ കുരയ്ക്കും, മുറിവും, ചിലപ്പോൾ സ്നേഹപൂർവ്വം നക്കും. ഇതാണ് ഈ എച്ചിൽ ജീവികൾ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലാത്ത എന്തെങ്കിലും ഒരു വാക്ക് വീണ് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ എച്ചിൽ തീനികൾക്കുള്ള മറുപടി കൊടുക്കാറുള്ളത്. അതായത് നേരിട്ട് വിളിക്കാൻ പോലും യോഗ്യതയില്ലാത്ത എച്ചിൽ തീനികളാണെന്ന് മുതലാളി തന്നെ മനസ്സിലാക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് കുംഭമേളയ്ക്കെതിരെയുള്ള ഒരു വാചകത്തിന് ഒരു വനിതാ എക്സിക്യൂട്ടീവ് എഡിറ്ററോട് സോഷ്യൽ മീഡിയയിലൂടെ താക്കീത് ചെയ്ത സാഹചര്യമുണ്ടായത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ട് അടിമവേല ചെയ്യുന്നത് നാട്ടുകാർ മുഴുവൻ കണ്ടിട്ട് ഒരു ഉളുപ്പുമില്ലാതെ മറ്റൊരു സംവിധാനത്തെ മുതലാളിയുടെ സംതൃപ്തിക്കും മുതലാളിയുടെ ഉള്ളിലെ കുളിരിനും വേണ്ടി തട്ടിവിട്ട് കഴിഞ്ഞാൽ കേട്ടുകൊണ്ട് പോകുന്നവരാണ് ഇടതുപക്ഷമെന്ന് ജോണിൻ്റെ മോൻ കരുതിയിരിക്കുകയാണ്. ജോണിൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ ലോകത്തൊരു പിതാവിനും ഇങ്ങനെ ഒരു മോൻ ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം ഒന്നുകിൽ കുഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ കല്ലറയ്ക്കകത്ത് സമാധാനമായി ഉറങ്ങാൻ പറ്റണം. കാര്യം ഇങ്ങനെ ഒരു പുത്രനെ ഏതോ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഒരു പുനർവിചിന്തനം വരാത്തതിൻ്റെ പേരിൽ ഈ നാടിന് മുഴുവൻ ശല്യമായിട്ടുള്ള ഒരു എച്ചിൽ തീനിയെ സൃഷ്ടിക്കേണ്ടി വന്നത് ഇപ്പോൾ ആ കല്ലറയ്ക്കകത്ത് കിടന്ന് ഓർത്ത് ദുഃഖിക്കുന്നുണ്ടായിരിക്കും. കാര്യം ഇന്ന് മരണപ്പെട്ടു പോയിട്ടും അദ്ദേഹത്തെ ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് അനുസ്മരിപ്പിച്ചുകൊണ്ടും ഇങ്ങനെ ഒരു മരണത്തെ എന്തിന് ഈ ഭൂമിയിലേക്ക് ജന്മിച്ച് വിട്ടു എന്നുള്ള സ്വാഭാവിക സംശയം നാട്ടുകാരെ കൊണ്ട് ഉന്നയിപ്പിക്കുന്ന തരത്തിലുള്ള വിടുവായത്തരങ്ങൾ ചില മുതലാളിമാർ തീറ്റിപ്പോറ്റുന്നതുകൊണ്ട് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടുകാർക്ക് ജോണിനെ അനുസ്മരിക്കേണ്ടി വരും. ആ നിലയ്ക്കാണ് കേരളത്തിലെ ചില മാധ്യമ വാച്ച് ഡോഗുകളെ ഇടതുപക്ഷത്തിൻ്റെ
പല പരിപാടികളിലേക്കും പറഞ്ഞു വിട്ട് അവർക്ക് മുതലാളിമാരുടെ ഇച്ഛയ്ക്കനുസരിച്ചും മുതലാളിമാരുടെ സംതൃപ്തിക്കനുസരിച്ചും മുതലാളിമാരുടെ പ്രീതിക്കും വേണ്ടി പണിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ വിമർശിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഒരു ചാനൽ ചർച്ചയിൽ മിതമായ ഭാഷയിൽ വളരെ വൃത്തിക്ക് സ്വരാജ് ആ പണി ചെയ്തിരിക്കുന്നത്. ഏറ്റവും മാന്യമായ മറുപടി ഇതിനേക്കാൾ അതിന് പറയാനുമില്ല.